ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതൊരു കടലമിഠായി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് മോൾക്ക് എല്ലാ മാസവും അമൃതപ്പൊടി കേട്ടോ കിട്ടൽ. ഈ പ്രാവശ്യം അമൃതപ്പൊടി ഇല്ല, അതിന് പകരം അവർ കടലയും അവലേനും കേട്ടോ തന്നിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് വറുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, കടലമിഠായിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കടല കണ്ടപ്പോൾ ഒരു പൂതി. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഇതേപോലെ കടലമിഠായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. ഇന്ന് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ കടല നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലാണ് കേട്ടോ നമ്മൾ വറുക്കുന്നത്, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കടല നല്ലപോലെ വറുക്കണേ. കുറഞ്ഞ തീയിലിട്ടിട്ട്. കടലമിഠായി ഇഷ്ടമില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അല്ലേ. പക്ഷേ കടയിലത്തെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ടൈമിൽ. എന്നാലും കുഴപ്പമില്ലാതെ കുട്ടികൾ തിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം. അങ്ങനെ കൈ വെച്ച് നല്ലതാക്കിയാൽ തന്നെ ആ തോലൊക്കെ പെട്ടെന്ന് പോരും കേട്ടോ. പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ മോളുണ്ട് കേട്ടോ. ഓൾ എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കി തരലാണ്. എന്നാലും എങ്ങനെയൊക്കെ അടങ്ങിയിരുന്നോട്ടെ വിചാരിച്ച് ഞാൻ അതിലിങ്ങനെ കൂട്ടലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ തോലിങ്ങനെ കളയണേ. പാറ്റാന്നൊക്കെ പറയില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടില്ല ശർക്കര ഒന്ന് കുത്തിയെടുക്കുക. ശർക്കര നമ്മൾ മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഇതുപോലെ കുത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റാവുകയും ചെയ്യും. നമ്മുടെ ഗ്യാസൊക്കെ നമുക്ക് പെട്ടെന്ന് കുറച്ച് ഗ്യാസ് ലാഭിക്കാനൊക്കെ ഈസിയാണ് കേട്ടോ. പെട്ടെന്ന് അലിയുമല്ലോ. എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുത്തിയതായി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഓവറായിട്ട് പോകരുത്, പാകത്തിന് മതി. കട്ടൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഉടഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കട്ടയൊക്കെ ഒന്ന് കുത്തി ഒടിച്ചു കൊടുക്കുകയാണ്. നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു ഒറ്റനൂൽ പരുവം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവത്തിലാവണം. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് നോക്കാം അത് റെഡി ആയിട്ടുണ്ടോ എന്ന് കേട്ടോ. അതിന് കുറച്ച് ഒഴിച്ചെടുത്തിട്ട് അത് ഒട്ടാതെ നമ്മളെ കയ്യിൽ തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഒറ്റനൂൽ പരുവായിട്ടുണ്ടെന്നാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇടേണ്ടിയിരുന്നു, ഞാനത് ഇടാൻ മറന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു, പിന്നെ ഞാൻ ഇട്ടതൊന്നുമില്ല. പിന്നെ ഞാൻ ആ കടല അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കേട്ടോ, എല്ലാ ശർക്കരപ്പാനി എല്ലായിടത്തും എത്തുന്ന വിധം. നല്ല ഈസി തന്നെയാണ്, പക്ഷേ പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം ലുക്കിലല്ല കാര്യം എന്ന് പറയുന്ന പോലെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. ഇതിന്ന് കിട്ടുന്നില്ലെങ്കിൽ പാനൊന്ന് ഗ്യാസ് വെച്ചൊന്ന് ചൂടാക്കിയാൽ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും കേട്ടോ. അടിയിൽ പിടിച്ച് നിൽക്കുകയൊന്നുമില്ല. മക്കളൊക്കെ അപ്പം തന്നെ വാന്തി എടുക്കൽ തുടങ്ങി കേട്ടോ.
അവർ പിന്നെ രണ്ടും കൂടെ തല്ലൂടേനി കേട്ടോ തികയായിട്ടേ. ഇനി കടല കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ.